ഒരു 3 പാനൽ കുർത്തിയുടെ കട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ 6.5, ആം ഹോള് 7 ഇഞ്ചസ്, ചെസ്റ്റ് വിഡ്ത്ത് 10, 2 ഇഞ്ച് സീം അലവൻസ്. അതിനുശേഷം മേളിൽ നിന്ന് 14 ഇഞ്ച് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവിടെ നിന്ന് 9 ഇഞ്ചസ് വേസ്റ്റ് വിഡ്ത്ത്, വേസ്റ്റ് റൗണ്ട്. അതിനുശേഷം അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹിപ്പ് മേളിൽ നിന്ന് 22 ഇഞ്ചസ് ലെങ്ത്. അതിനുശേഷം 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. എ ലൈനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് താഴോട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ആം ഹോൾ വരയ്ക്കുകയാണ്. ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ടാണ് ആം ഹോൾ വരയ്ക്കുന്നത് കേട്ടോ. അതപ്പോൾ ബാക്ക് സ്ലീവിൻ്റെതാണ് ഈ വരച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് താഴ്ഭാഗത്തുനിന്ന് മേളിലോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് കർവ് ഷേപ്പ് ചെയ്ത് അതിനുശേഷം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ബാക്ക് നെക്കാണ്, അപ്പോൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ലൈനിങ്ങിലാണ്. ഇതാണ് മെയിൻ ഫാബ്രിക് കേട്ടോ. മെയിൻ ഫാബ്രിക്കിലാണ് പാനൽസ് നമ്മൾ വരയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ അവിടുന്ന് 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് താഴോട്ട് ഒരു 17 ഇഞ്ചും താഴോട്ട് വരച്ചതിന് ശേഷം 3.25 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്ത് തുണിയുടെ സെൻറ്ററിൽ വീണ്ടും ഒരു പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോയിന്റ്സ് എല്ലാം ഒരുമിച്ച് ചേർത്ത് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം തുണി തിരിച്ചിട്ട് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലൈനിങ് ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും പിൻ ചെയ്യുക. പിൻ ചെയ്തതിന് ശേഷം കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്യുക. ഇതിൻ്റെ സ്ലീവ്സ് എന്ന് പറയുന്നത് ചെറിയ സ്ലീവ്സ് ആണ് കേട്ടോ. അത്രയ്ക്കുള്ള തുണിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനൊരു ചെറിയ സ്ലീവാണ് ഇതിൽ വരയ്ക്കുന്നത്. ഒരു 6 ഇഞ്ച് വരുന്ന രീതിയിലുള്ള സ്ലീവ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.